ഹേ മൈ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് യുവർ സ്റ്റൈലിസ്റ്റ്. എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ച് കുറച്ചും കൂടി പറയാം. ആ വീഡിയോയില് ആലിയ ഭട്ട് പറയുന്നുണ്ട്, ഐബ്രോസ് നമ്മൾ ഒരിക്കലും തൊടാൻ പാടില്ല, ത്രെഡ് ആക്കാനോ ഷേവ് ആക്കാനും പാടില്ല. ബിക്കോസ് ഐബ്രോ തിക്നെസ് ആണ് നമ്മളെ യങ് ആയിട്ട് ഫീൽ ആക്കുന്നതാണ്. അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ലൈക്ക് നയൻതാര, കീർത്തന, ആലിയ ഭട്ട് എക്സെട്ര. അതിനു മുമ്പ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഞാനൊരു ടീനേജറാണ്. ടീനേജ് ആകുമ്പോൾ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് ഐബ്രോ ത്രെഡ് ആക്കണമെന്ന്. എനിക്കത് നല്ലോണം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒരു 3-4 വട്ടം ത്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഫങ്ഷൻസിൽ. ബട്ട് അങ്ങനെ ത്രെഡ് ആക്കുമ്പോൾ നല്ലോണം തിന്നാക്കാൻ പാടില്ല ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ത്രെഡ് ആക്കിയപ്പോൾ ഭയങ്കര തിന്നായിപ്പോയി. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇപ്പൊ എന്റെ ഐബ്രോസ് നോക്ക്, നല്ല തിക്കാണ്. ബട്ട് ഇടയിലിടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതെന്റെ ജെനറ്റിക്സിലുള്ള പണ്ടേ ഉള്ളത് തന്നെയാണ്. ഞാൻ എന്റെ തിൻ ഐബ്രോസ് ഉള്ള ഫോട്ടോയും തിക്ക് ഐബ്രോസ് ഉള്ള ഫോട്ടോയും ഇവിടെ കൊടുക്കാം. നിങ്ങൾ പറ ഏതിലാണ് ഡിഫറൻസ് ഉള്ളത്. അതിനൊരു ചെറിയ റെമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാതെ ഐബ്രോ വരയ്ക്കലെല്ലാം ഉണ്ടാവും, എനിക്കിഷ്ടമല്ല. ബട്ട് ഞാൻ രാത്രി കടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ഒരു മസ്കാരന്റെ ബോട്ടിലാണ്, ഡാസ്ലറിന്റെ മസ്കാരാണ്. ഇത് എനിക്ക് യൂസ് ഉണ്ടായിട്ട് ബിക്കോസ് ഇത് ഫുൾ ട്രാൻസ്ഫർ ആവും. അപ്പൊ ഞാൻ ഇതിലുണ്ടാക്കി ഫുൾ കഴുകി എടുത്തിട്ട് കാസ്റ്റർ ഓയിൽ ഫില്ലാക്കി. അതെന്ന് പറയുന്നത് മലയാളം നെയിം ഈസ് ആവണക്കണ്ണ. എല്ലാവർക്കും അറിയായിരിക്കും. ഐ തിങ്ക് അതിന് അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 50 രൂപയിലും ഉണ്ടാവും. ഇങ്ങനെ ആയുർവേദിക് ഷോപ്പിലെല്ലാം കിട്ടും. നമ്മുടെ ഹെയർ ഗ്രോത്തിനെല്ലാം നല്ലൊരു ഓയിലാണ്. ആ ഒരു ഓയിൽ എടുത്തിട്ട് ഇതിലെടുത്തിട്ട് ഞാൻ ഈ ഒരു സ്പൂളിൽ വെച്ച് രാത്രി എപ്പോഴും കടുക്കുമ്പോൾ നമ്മൾ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് കടുക്കുമ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പേടിയില്ലാവും നമ്മൾ ഐബ്രോസ് കണ്ട്. ബട്ട് ദാറ്റ്സ് എ ഗുഡ് വേ ടു ഗ്രോ യുവർ ഐബ്രോ. ഇത് ഞാൻ തിക്ക് ഐബ്രോസ് ഉള്ളവരോടല്ല പറയുന്നത്, തിൻ ഐബ്രോസ് ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. പിന്നെ കട്ടിയില്ലാത്തവരോട്. എനിക്ക് പറയുന്നത് തിക്കാണ് ബട്ട് കട്ടിയില്ല. നിങ്ങൾക്ക് ഗ്യാപ്പ് കാണുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ ഇത് വരച്ചാണുള്ളത്, നിങ്ങൾക്ക് പേടിയുന്നുണ്ടാവും. ബിക്കോസ് ഐബ്രോസ് നമ്മൾ വരച്ചാൽ ഭയങ്കര ഭീകര ലുക്കായിരിക്കും. ബട്ട് ഞാൻ പറയണം, ഇറ്റ്സ് റിയലി വർക്കിംഗ്. 4 ദിവസം 5 ദിവസം യൂസ് ചെയ്തു. ബട്ട് എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര റിസൾട്ടാണ് ഉണ്ടാകുന്നത്. ഐ വുഡ് സേ ഇറ്റ്സ് സോ സൂപ്പർ മെത്തേഡ് ഫോർ ഗ്രോയിങ് യുവർ ഐബ്രോസ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഡു കമന്റ് ആൻഡ് ബൈ.